വെൽക്കം ടു ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ഒരു സൂലാണ്. ഇതാ കണ്ട ആരെ ഇരിക്കുന്നു നോക്ക്. അപ്പൊ വീഡിയോ കംപ്ലീറ്റ് ഇരുന്ന് കാണും. ഓക്കെ, ഒന്ന് സബ്സ്ക്രൈബ് പറയൂ. ഓക്കെ, സബ്സ്ക്രൈബ്. ഓക്കെ, ശരി, എടുത്തോളൂ. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അലക്സാണ്ടർ ട്രിപ്പ് പോയതിൻ്റെ പാർട്ട് 1 വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് നെക്സ്റ്റ് ഡേ, അതായത് പാർട്ട് 2 ആണ്. ഇന്ന് നമ്മൾ അലക്സാണ്ട്രിയ സൂ, പിന്നെ സിറ്റാഡലിൻ്റെ അടുത്തുള്ള ബീച്ച്, അവിടെയൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആഫ്രിക്കൻ ഓസ്ട്രിച്ച് ആണല്ലേ, വലിയ മുട്ടയായിരിക്കും. പിന്നെ 3-4 വയസ്സാകുമ്പോഴേക്ക് സെക്ഷൽ മെച്യൂരിറ്റി വരും. ഒരു 30 വർഷം വരെ ജീവിക്കും. ഇതൊക്കെ തന്നെ. നല്ല താടിയൊക്കെ ഉണ്ട് ഗൈസ്. താടി നീണ്ട് നീണ്ട് നിലത്ത് കുത്തിക്ക്. ഷോ, നിനക്കെന്നെ വിട്ടു പോകാൻ തോന്നില്ലേ? എല്ലാവരോടും നിൽക്കുമ്പോ എല്ലാ ഗ്യാങ്ങിലും ഉണ്ടാവില്ല ഒരു തിരുപ്പൻ. അതുപോലെ തന്നെ ഒരാട് ഇവിടെ ഉണ്ട്. അപ്പുറത്ത് പോയിട്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചവിട്ടി പൊട്ടിക്കാൻ പോകുന്നുണ്ട്. നമ്മ പോയി നോക്കാം. ഇവിടെ എന്താ? ഏയ് പോവല്ലേ, എന്നെ കണ്ടിട്ട് അമ്മയും കുട്ടിയോടി ഓടുന്നു. ഹായ്, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ? ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന് തോന്നുന്നു. ഇവര് എന്താ പറയാ, ഗ്രില്ലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ കുത്തുകൂടുന്നുണ്ട്. പിന്നെ ഒരു കൊച്ചുണ്ട് ഇവർക്ക്, ആ ബോധമൊന്നുമില്ല. സിംഹക്കുട്ടി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ എനിക്ക് തോന്നിയത് വെച്ചാൽ, ഇവിടുത്തെ എല്ലാ മൃഗങ്ങളെയും നമുക്ക് കാണാൻ മാത്രമല്ല, അവരോട് ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്യും, അവരെ കയ്യിലെടുക്കുകയും ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ റേറ്റ് കുറവായിരുന്നു. സിംഹത്തിൻ്റെ അടുത്ത് നമ്മൾ നേരെ പോയത് പിന്നെ നല്ല പാമ്പുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടേക്കായിരുന്നു. അവിടെ നമുക്കിതിനെ ഹോൾഡ് ചെയ്യും, പിക്ക് എടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറേ പേര് എടുക്കുന്നുണ്ട്. ഈ കുഞ്ഞു വാവയൊക്കെ ഇത് എടുത്ത് ചെയ്യുമ്പോൾ എനിക്കെന്തോ ഭയങ്കര, എൻ്റെ ഫേവറേറ്റ് അനിമലാണ് സ്നേക്സ്. എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. ആലിമും സാമൊക്കെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എടുക്കണമെന്ന്. പിന്നെ ഞാനും എൻ്റെ ഒരു ഹാഫ് ആൻ അവർ ട്രൈക്ക് ശേഷം ഞാനും പാമ്പിനെ എടുത്തു. പിന്നെ പുള്ളിക്കാരൻ, അതായത് ഈ മനുഷ്യൻ എന്നെ അത്യാവശ്യം നല്ല രീതിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഇതിൻ്റെ ടെക്സ്ചർ കണ്ടപ്പോൾ ഒരു എന്താ പറയുക, ഒരു അറപ്പ് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ കുറേ ആമ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. സാൻഡ് സ്നീൽ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ മറ്റേ പാമ്പ് തൊലി ഉരിക്കുന്നത് കാണാൻ പറ്റും. മീൻസ് അതില്ലേ, സ്കിന്ന് പൊക്കുന്നത്, അതുണ്ട് ഇവിടെ. പറ്റാവുന്നത്ര ഞാൻ ശ്രമിച്ചു അതിനൊന്ന് കഴുത്തു കൂടി ഇടണം എന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, ഭയങ്കര പേടിയായിപ്പോയി ആ വഴുവഴുപ്പ് കാരണം. നീ തന്നെ തൊട്ടാണെങ്കിൽ നീ തന്നെ തൊട്ടണം. കൈ കൊണ്ട് തൊട്ടു, കൈ കൊണ്ട് തൊട്ട്. അല്ല, നീ കൈ കൊണ്ട് തൊട്ടാണെങ്കിൽ നോക്ക്. കൈ കൊണ്ട് തൊടും, കൈ കൊണ്ട് തൊടും. അല്ല, നിർബന്ധിക്കൂല. കൈ ഇങ്ങനെ, കൈ ഇങ്ങനെ മോത്തസ്റ്റ്. ഇല്ല, തോളത്തിട്ട സീനില്ല. വെയിറ്റ് ഒന്നുമില്ല അധികം. അത് നിന്റെ അല്ല, ഒരു കഴുത്തിന്റെ ഇതിലൂടെ ഇങ്ങനെ വാ. പിടിച്ചേക്ക. നീ ക്യാമറയിലേക്ക് നോക്ക്. ക്യാമറ നോക്കിട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ? പേടിക്കല്ലടാ.
അങ്ങനെ കൈ കാണിക്ക് ഇങ്ങനെ അയ്യോ ഇത്രയുള്ള പരിപാടി അല്ല വെയിറ്റ് കൈ ഇങ്ങനെ അവിടെ പിടിച്ചോ അയ്യോ ഇത്രയുള്ള പരിപാടി ഇങ്ങോട്ട് ക്യാമറയിലേക്ക് നോക്ക് തംസ് അപ്പ് കൊടുത്തേ ആര്യസ് ഡയറീസിന്റെ പുതിയ സബ്സ്ക്രൈബർ ഇയാളെ കാണിക്ക് ഇയാളാണ് പാമ്പ് പിടുത്തക്കാരൻ ഈജിപ്തിലെ വാസു അല്ല അവന്റെ പേരെന്തായിരുന്നു പാമ്പ് സാറിന്റെ പേരെന്തായിരുന്നടാ സുരേഷ് തരുമോ സംഭവം ഇയാൾക്ക് കിട്ടുന്ന ജസ്റ്റ് ഒരു 10 പൗണ്ടാണ് നമ്മളെ കയ്യിൽ നിന്ന്. പക്ഷെ അയാൾ എനിക്ക് വേണ്ടി ഏതാണ്ട് ഒരു 1 അവറിൻ്റെ എഫേർട്ട് ഇട്ടിക്ക് എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടാണ്. എനിക്ക് ആ സ്നേക്കിൻ്റെ ടെക്സ്ചർ തീരെ പറ്റിയില്ലായിരുന്നു. ആലിമാണെങ്കിലും സാം ആണെങ്കിലും അവിടെ നിൽക്കുന്ന കുറേ പേരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായി. അങ്ങനെ ഫൈനലി ആണ് ഞാനതിനെ ഹോൾഡ് ചെയ്യുക കൈമിലൊക്കെ ഇതാക്കാന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്. ബട്ട് നെക്സ്റ്റ് ടൈം ഇനി ഞാനൊരു സ്നേക്കിനെ എൻ്റെ കയ്യിലെടുക്കുമ്പോൾ എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഫസ്റ്റ് ടൈം ഇതിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെങ്കിൽ എന്താ പറയുക ഇതിൻ്റെ ഒരു ടെക്സ്ചർ എൻ്റെ കൈമിലാകുമ്പോഴൊരു അറപ്പ് ഫീലാണ് എന്നെ കൊണ്ട് ഇത്രയും ഇതാക്കിപ്പിക്കുന്നു. പിന്നെ എന്തോ ഒരു പേടി ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. കൊമ്പങ്കാളേ കാളയുടെ മോനെ എന്നെ മാത്രം ഫോട്ടോ കൂട്ടിയില്ലല്ലോ ഒരാള്. കൊത്തയാലുമേ കൊത്തു കണ്ണ് ഐ ടു ഐ കോണ്ടാക്ട് ഇതേ മൂത്ത കുട്ടി വരുന്നു. ഇന്നത്തെ കൊരങ്ങന്മാരൊക്കെ ആയുസ് നിന്നാണ് ഗൈസ് ജീവിക്കുന്നത്. ഇതെനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടൊരു മൊമെൻ്റ് ആയിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബേബി മങ്കി എൻ്റെ മടിയിൽ കുറേ നേരം ഇരുന്ന് ചുമ്മാ ഇങ്ങനെ തലയിൽ ഇങ്ങനെ തടവി ഇരിക്കാനും ഭയങ്കര രസമായിരുന്നു. കൈ തിരിച്ചെടുക്കാൻ അറിയായിട്ടാണോ ഇനി? അടുത്തൊരു എക്സൈറ്റിംഗ് പാർട്ടായിരുന്നു ഈ ജംഗിൾ സൂ എന്ന് പറഞ്ഞൊരു പാർട്ട്. അതായത് ഈ കേജിലുള്ള ആനിമൽസ് അല്ലാണ്ട് നമ്മൾ തന്നെ ഡയറക്റ്റ് ആനിമൽസ് ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻ ആയിരുന്നു ഇവിടെ ഉള്ളത്. ഓസ്ട്രിച്ച്, കുറേ ടൈപ്പ് ആമകളുണ്ടായിരുന്നു, കുതിര ഉണ്ടായിരുന്നു, ഹൈനി ഉണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളായിട്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റിയായിരുന്നു. അവരുടെ ആ ഒരു ലൈഫിലേക്ക് നമ്മളുടെ ലൈഫ് ഭയങ്കര മിക്സഡ് ആയിട്ടുള്ളൊരു ഇമോഷനായിരുന്നു ആ ഒരു ടൈമിൽ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഓരോ ആനിമൽസും ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ. ചേട്ടാ അതുപോലെ നമുക്കൊരു സെൽഫി. ഹായ് മച്ചൻ, സുഖമാണോ? ആ ഇത് പൊറോട്ട ഇറച്ചി കൊടുത്തു കേട്ടോ. നല്ല പൊറോട്ട പോയാ എടാ എനിക്ക് ചാനൽ കാണുന്നവരെല്ലാരോടും ഒരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറയൂ. ചാനൽ കാണുന്ന എല്ലാവർക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറയൂ. ചാനൽ കാണുന്നവർക്ക് മൊത്തം. അപ്പൊ എല്ലാരും പിന്നെ ഇയാള് പറഞ്ഞിട്ട് ചാനല് അലിമിന് വശീകരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. ബിക്കോസ് നമ്മള് ഇയാള് പറഞ്ഞ പിന്നെ അത് ചെയ്യണല്ലോ, മോശല്ലേ? സെറ്റപ്പ് ഇല്ലേ, ശരിക്കും വർത്തിട്ടാട്ടോ. ഇവിടെ എന്താ പറയാന്ന് വെച്ചാല് ഇത് ജംഗിൾ സൂ എന്നൊരു ബോർഡ് കൊടുത്തിട്ട് ഇവിടെ എല്ലാ ആനിമൽസിനും ഒരു കൂട്ടിലല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ ഭയങ്കര ഇതിൽ പുറത്തേക്ക് ഇങ്ങനെ ഇറക്കി വിട്ടിരിക്കും. നമുക്ക് ഇതിനെ കൂടെ ഫോട്ടോ എടുക്കാം, എന്ത് വേണേലും ചെയ്യാം. ഓസ്ട്രിച്ച് ഒക്കെ നമ്മൾ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നത് ഇത് ശരിക്കും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അലക്സാൻഡ്രിയ സൂവിൽ വരുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം. ഫ്രണ്ട്ലി ട്രാൻസ്പോർട്ടേഷൻ, പക്ഷെ സ്ലോ ആണെന്നുള്ളൂ, എന്നാൽ എഫക്റ്റീവാ. സാധാരണ തീരെ വീണു പോവില്ല. എന്ത് മനസ്സാടാ നിനക്ക്? നാട്ടിലെ ഫ്രീക്ക് പയ്യന്മാർ മച്ചാന്മാര് കൊച്ചിത്തെ
കൊച്ചി ഫ്രീക്കൻ. നിങ്ങളുടെ പഴയ കൂടി എന്താടാ അങ്ങനെ പറയല്ലേ. ഇയാളെ ഈ നാലുപേര് ഭയങ്കര ഇഷ്ടാ. ഇതുപോലത്തെ കൂടുതൽ ഈജിപ്ഷ്യൻ വ്ളോഗ്സിന് വേണ്ടി ഹാരിസ് ഡയറീസ് കാണുക. ഈ സൂല്ല ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആട്ടോ. ഒരു കാര്യം ചെയ്യ് ആര്യ, 10 മീറ്റർ അപ്പുറത്ത് നിന്നിട്ട് വിളിക്ക്, വരൂ. ലെഗ് പീസ് ഉണ്ടോ ഇതുണ്ടല്ലോ, അതൊക്കെ മുളക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾ ഉപ്പും വിനീഗറൊക്കെ ഇട്ട് പൊരിച്ചു കഴിഞ്ഞാണ്ടല്ലോ നല്ല ടേസ്റ്റാ. പൊരിച്ചാലോ ഗൈസ്, ഞാൻ നേരത്തെ ക്യാമറ കൊണ്ട് ഇങ്ങനെ പോകുമ്പോ ഇത് നല്ല വൃത്തി കപ്പിട്ടു. പിന്നെ നമ്മൾ നമുക്ക് ഒരു ടിക്കറ്റ് എടുക്കാൻ പോവാ. ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുക്കാൻ പോവാ. ഓക്കെ, ടിക്കറ്റ് കൗണ്ടറിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാം. ടിക്കറ്റ് കൗണ്ടറിൽ ആരാ ഉള്ളത് നോക്ക്. അപ്പൊ നിങ്ങളാണോ ടിക്കറ്റ് വെക്കുന്നത്? പുള്ളിക്കാരൻ ലേശൊരു ഷൈ ആയിട്ടുള്ള ഒരു സ്വഭാവക്കാരനാണ്. ടിക്കറ്റ് തന്നിട്ട് വേഗം എന്താ അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. 2 ടിക്കറ്റുള്ളൂ, ഒരെണ്ണം കൂടി മാറ്റി തരോ? നോക്കുതാ, നോക്ക്, സത്യേറ്റു നോക്കുതാ, കണ്ട നമ്മളെങ്ങനെയാണ് ഉള്ളിൽ കയറാ? നിങ്ങൾ എന്താണ് മനുഷ്യങ്ങളോട് പണിയെടുക്കുന്ന ആളല്ലേ? അല്ല, തെറി വിളിക്കുന്നു. വാ തുറന്നിക്ക, എന്തായാലും നമ്മ പോവാ. നല്ല വായനാറ്റൊക്കെ ഉണ്ട്. ഇത് ആവിടുന്നാണ് നല്ല രസാ. واحد بس كل واحد ياكل. വട്ടം വട്ടം നാരങ്ങ. സിഗ്മയാണ്, സിഗ്മ. പെൺപിള്ളേരെ മൈൻഡ് ആക്കൂല. നടക്കുന്നടാ. നല്ല സൗണ്ട് ഉണ്ട്, നല്ല സൗണ്ട്. എടാ 2 ഹമ്പല്ല. അലക്സാണ്ടർ സൂ മൊത്തം കറങ്ങി കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് പോയത്. എൽ ബറാക്ക എന്നാണ് പേര്. അലക്സാണ്ടറിൽ പോകുന്ന എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അവിടെ ബസ്മതിയോ എന്ന് പറഞ്ഞ ഐറ്റം അടിപൊളിയാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ജ്യൂസിയർ, നല്ല ഫ്രൈഡ് ചിക്കനും പിന്നെ അവിടുത്തെ റൈസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് തന്നെ. ഞാനൊരു 9.5 റേറ്റിംഗ് ഒക്കെ കൊടുക്കട്ടെ. ബസൂക്ക ഒരു 8, KFC ഒരു 5 or 6. KFC ഷൊണ്ണയാണ്. ബോയ്ക്കോട്ട് KFC. കിട്ടിയാ? കിട്ടുന്നുണ്ടാ? നമുക്കൊരു വ്യൂ കാണാം. നനഞ്ഞു ഗൈസ്. ബ്യൂട്ടി. അപ്പോൾ ഇത്രേ ചിലപ്പോൾ നമ്മളെ വീഡിയോ ഉണ്ടാവും. ഇനി എന്തെങ്കിലും ക്ലിപ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഇവിടെ വരെ വീഡിയോ എടുക്കാനായിരുന്നു സത്യം പറഞ്ഞ പ്ലാന്. അവിടെ നിന്ന് ബീച്ച് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് സ്റ്റുഡൻസിൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഞാൻ അവിടെ സ്റ്റേ ചെയ്തത് ഒരു ഗേളിൻ്റെ വീട്ടിലും ഇവർ രണ്ടുപേരും ഒരു ബോയിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. അവിടെ നിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് നെക്സ്റ്റ് നമ്മൾ ട്രെയിന് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ചെയ്തത്. ഒന്നാമത്തെ ദിവസം നമ്മൾ രാവിലെ തന്നെ ഇവിടെ സിറ്റി ക്യാബറിൽ വന്നിട്ടുണ്ട്. ട്രെയിനിൻ്റെ ടൈമൊക്കെ നോക്കാനാണ്. ഇവിടുന്ന് എന്താ പറയുക, കൈറോയിലേക്കൊന്ന് ട്രെയിനിൽ പോകണം എന്നൊരാഗ്രഹം. സോ നമ്മളിപ്പോൾ ട്രെയിൻ സ്റ്റേഷനിലാണുള്ളത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്
ഇയാളാണ് വഴികാട്ടി. റെയിൽവേ സ്റ്റേഷനിലെ ഏതാണ്ട് ഒരു കാലിക്കറ്റ് എയർപോർട്ടിന്റെ ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് എയർപോർട്ടിനേക്കാൾ ബെറ്റർ ആണെന്ന് അല്ലേ? ചെറുതായി ഇതൊരു റെയിൽവേ സ്റ്റേഷൻ ആണ്. നമുക്ക് നമ്മളെ നാട്ടിലത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ വെച്ച് നോക്കുമ്പോ ദിസ് ഈസ് എത്രയോ ബെറ്റർ. അലക്സാണ്ടറിൽ ട്രാമ്പ് ഉള്ളതുകൊണ്ട് നമുക്കതിൽ കയറണം എന്നുണ്ടായിരുന്നു. പക്ഷെ പുതിയ ട്രാമ്പൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ നേരെ സ്കിപ്പ് ചെയ്ത് പിന്നെ അവിടെ നമ്മൾ കൊശ്ശേരി കഴിക്കാൻ വേണ്ടി പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. ട്രെയിൻ ആവുന്നതിൻ്റെ ഒരു കുറച്ച് ടൈം മുന്നേ വരെ നമ്മൾ സ്റ്റേഷനിൽ അതിലൂടെ തിരിഞ്ഞ് കളിച്ച് പിന്നെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. തലബ ഹോസ്പിറ്റൽ, സ്റ്റുഡൻറ് ഹോസ്പിറ്റൽ എന്തോ ആണ്. ഒരു കുട്ടീനെ ഇപ്പോൾ ഇവിടെ വണ്ടി കൊണ്ടുവന്നിക്ക് കാല് 2 കഷ്ണായി പോയിക്ക്. ഈ തൈസിന്റെ അടുത്തുള്ള എല്ല് കറക്റ്റ് മനസ്സിലാകുന്നില്ല. മുട്ട് വരെ പൊന്തിയിട്ട് ബാക്കി ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്നതും. ആ കുട്ടി കരയുന്നില്ല. ഒരു 10 വയസ്സൊക്കെ ഉണ്ടാവും. കരയുന്ന എടുത്ത് മാറ്റിയിട്ടും കരയുന്നില്ല. അത് ഇതാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല. മര്യാദക്ക് ഫുള്ള് അടിപൊളിയായിട്ട് വർത്താനൊക്കെ പറയും. അത് നല്ല അടിപൊളിയായിട്ട് കൂളായിട്ട് വർത്താനം പറയും. ഒരു 10 വയസ്സിന്റെ അടുത്തുള്ള ഒരു ചെറുതാണ്. ഒരു വാനിന്ന് അതിനടുത്ത് മറ്റേ പിന്നെ അതില്ലേ ബെഡില്ല ഉന്തിക്കൊണ്ടോന്ന് സ്ട്രക്ചറിലേക്ക് മാറ്റിയിട്ട് പോലും അതിനൊരു കരച്ചിലുമില്ല. ഈ കാണുന്നവർക്ക് എടുക്കാൻ ഒരു പേടി. കാരണം ഒരു കാലം തൂങ്ങി കിടക്കുകയാണല്ലോ. സീരിയസ്ലി റെസ്പെക്ട് ബട്ടൺ. റെസ്പെക്ട് അല്ല, ഞാനൊക്കെ ആയിരിക്കണം. ഒരു മുള്ളുണ്ടാ ഞാൻ കാറും. നമ്മളിവിടെ ഒരു കാലൊടിഞ്ഞ് 2ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. അച്ഛൻ ഒരു കൂസലില്ല. സീരിയസ്ലി വറുത്തത് Kaya barata din. YouTube No, you take a picture? No. Time to say bye to Alexandria. നമ്മൾ അലക്സാണ്ട്രിയ വിട്ട് പോകാൻ പോവാണ്. 3:30 ട്രെയിനിന് ആഫ്റ്റർ 3 days നമ്മൾ ഇവിടുന്ന് പോവാണ്. ബോയ് അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. അലക്സാണ്ട്രിയ ട്രിപ്പ് ഇതോടുകൂടി കഴിഞ്ഞ്. നമ്മളിപ്പോൾ ഉള്ളത് ഈജിപ്ഷ്യൻ റെയിൽവേയിലാണ്. ഈജിപ്ഷ്യൻ റെയിൽവേസ് അല്ലേ ഇത്? ഓക്കെ, അതില് അലക്സാണ്ട്രിയയിലെ സിദ്ദി ക്യാബർ സ്റ്റേഷനിൽ നമ്മൾ സിദ്ദി ക്യാബർ. അപ്പോൾ അവിടെ നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്താണ് റംസീസിലേക്ക്. നമ്മൾ അവിടെ അടുത്താണ്, ഒരു 10 മിനിറ്റ് എന്തേ ഉള്ളൂ. നമ്മൾ ബുക്ക് ചെയ്തത് ഏതാ വെച്ചാൽ ഇവിടെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പം അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബോയ് നാട് പോലെ ഉണ്ട്.